എനിക്ക് മാർക്ക് വിടാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തരില്ല എനിക്ക് മാർക്ക് വിടാം. എൻ്റെ മാർക്ക് ഞാൻ തന്നെ ഇടും. മറ്റുള്ളവർക്ക് അവകാശം കൊടുക്കാം. അങ്ങനെ പ്രത്യേകതയുള്ള മലയാളികളാണ്. എന്തുവാകട്ടെ, ഇവിടെ യേശുദാസ് എന്ന വ്യക്തി പലതരത്തിൽ ഈ സ്വഭാവ രൂപീകരണ സമൂഹത്തിൽ തന്നെ അതിൻ്റെ യേശുദാസ് നമ്മുടെ എല്ലാം മനസ്സിൽ ശക്തമായി നിൽക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. സാർ പറഞ്ഞപ്പോൾ ഞാനിന്ന് വാസ്തവത്തിൽ മതേതരത്വം, മാനവികത എന്നെല്ലാം പറഞ്ഞ അത് ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ വർഗമാണ്, പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. കാരണം അത് അനാവശ്യമായി ധാരാളം പറയും, ശരിയാണ്. പക്ഷേ ഞങ്ങളത് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്കൊരു ദുഷ്ടവിചാരമുണ്ട്. ദുഷ്ടവിചാരം എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് അത് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ യേശുദാസിനെ പോലൊരു വ്യക്തി അത് പറയുമ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ പറയുന്നത് ഞാനോ വേറൊരാളോ ഏത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏത് പാർട്ടിയിൽപ്പെട്ട ആളാകട്ടെ പറയുമ്പോഴൊക്കെ ഒരു പക്ഷേ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനോ നിങ്ങൾ കരുതുന്ന പോലെ എല്ലാം ഞങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയായിരിക്കും. അതിനകത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ ലാഭമോ മനസ്സിലാക്കാം. ഇവിടെ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി കളങ്കരഹിതമായി അവരുടെ മുമ്പിൽ ഒരു ജാടയൊന്നുമില്ലാതെ ഞാൻ ഒന്നും പറയാതെ തന്നെ ശബ്ദമായി അദ്ദേഹം മതേതരത്വത്തെക്കുറിച്ചും ഈ സാമുദായികമായ സൗഹാർദ്ദത്തെക്കുറിച്ചും ചുറ്റുപാടും നടക്കുന്ന ഇത്തരം കലാപങ്ങളെക്കുറിച്ചും അതുണ്ടാകുന്ന സങ്കടങ്ങളെക്കുറിച്ചും എല്ലാം യേശുദാസ് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടുത്തിട്ടുണ്ട്. യേശുദാസ് മതേതരത്വം പറയുന്നത് സിൻസിയർ ടു ദ ഇഷ്യൂ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാള്, അദ്ദേഹം തികഞ്ഞ കലാകാരൻ, ഭാഷയില്ലാത്ത, സംഗീതത്തിന് ഭാഷയില്ല. അപ്പോൾ ആ ഭാഷയില്ലാത്ത സംഗീതത്തിലൂടെ ജനതയെ എന്നാക്കി നിർത്തുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ മറ്റു തലങ്ങളിൽ കൂടി ഇത്രയും സങ്കീർണമായ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും എനിക്ക് കഴിയുന്ന ഏറ്റെടുക്കാൻ ഞാനുണ്ട് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ചിന്തകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് സംഘാടകരെ അഭിനന്ദിക്കുന്നു. കൂട്ടത്തിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായി നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ രണ്ടോട്ട് പറയാൻ എനിക്ക് സന്ദർഭം നൽകിയ സംഘാടകരോട് എനിക്കുള്ള ഉദാഹരണത്തിലൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ എൻ അയ്യപ്പൻ IAS അവരുടെ ക്ഷണിക്കും. ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ബാലമോഹൻ നന്ദി സാർ, പുസ്തകത്തിലെ പ്രകാശകർമ്മം നിർവഹിച്ച ആദരണീയനായ പ്രൊഫസർ കുറുപ്പ് സാർ, പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാന്യനായ ഡോക്ടർ ജയകുമാർ സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ജി കാർത്തികേയൻ MLA അവർ, ബഹുമാന്യനായ പ്രൊഫസർ മധുസൂദൻ നായർ, ശ്രീ റോബിൻ, സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തികൾ. പ്രൊഫസർ മധുസൂദൻ നായർ ഞങ്ങളുടെ എഴുന്നേൽക്കുന്നപ്പോൾ ഒരു കമന്റ് പറഞ്ഞു, എല്ലാവരും പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ എന്താണ് പറയേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഇതുപോലൊരു പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. 10 കഥകളടങ്ങുന്ന ഒരു പുസ്തകം. അപ്പൊ അന്ന് GN പണിക്കർ സാറാണ് ആ പുസ്തകത്തിന്റെ ഒരു അപ്രിസിയേഷൻ പറയാനായിട്ട് വെച്ചത്. അദ്ദേഹം അതിനകത്തുള്ള 10 കഥകളെ കുറിച്ചും വളരെ നന്നായിട്ട് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു. അതിനുശേഷം പ്രസംഗിക്കാൻ മുന്നോട്ടൊന്നും വിഷയമില്ല പ്രസംഗിക്കാൻ. ഞാനതിന് ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയതിന് അവസാനം വേറൊന്ന് വൃത്തിയായിട്ട് അവസാനിക്കാൻ കവർ പേജിനെ കുറിച്ച് പറഞ്ഞു. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റിയില്ല. കാരണം എല്ലാവരും എല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ ആ പ്രിന്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് കാലം ഞാൻ പ്രിന്റിങ്ങിലുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുന്നു. അപ്പൊ എന്റെ ഒരു സ്ഥിതി വേറേണ്ടത് അതുപോലെ തന്നെയാണ്. ഇപ്പം ദാസേട്ടനെ കുറിച്ച്
ഇവിടെ ONV കുറുപ്പ് സാറും അതുപോലെ തന്നെ ബാലമോഹൻ നമ്പി സാറും ജയകുമാർ സാറും പറഞ്ഞതിന് ശേഷം ആ ഒരു സുഖം പറ്റിയിരിക്കുന്ന നിങ്ങളെ ഞാൻ ഇനി വീണ്ടും ഒരു പ്രസംഗം അടിച്ചേൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഞാനും ജയകുമാർ സാറും കൂടി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് ദൂരദർശന്റെ കാവ്യമേള എന്നൊരു പ്രോഗ്രാം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ചു, ഇതൊന്നും നിർത്തണമല്ലോ. കാരണം ഈ ദൂരദർശൻകാർ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ആഴ്ചയിലും അടുത്ത കൊണ്ടുപോകാൻ. സാറ് പറഞ്ഞതൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു. അവസാനം സാർ ഒരു സജഷൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി മുതൽ അയ്യപ്പൻ ഈ പാട്ടുകളെ കുറിച്ച് പറയുക, ഞാൻ പാടാം, പിന്നെ തനിയെ ഇതങ്ങ് മുന്നോളും, നമ്മളായിട്ട് നിർത്തേണ്ടി വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാനിനിയിപ്പം ദാസകനെ കുറിച്ച് പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എഴുതിയിട്ട്, കാരണം അത്രയും നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ട്. പക്ഷേ ഈ പുസ്തകത്തിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. എല്ലാവരും ദാസകനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇതിനകത്ത് പുസ്തകത്തിനകത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈ ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കൈവന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പുസ്തക രൂപത്തിലാക്കി നമുക്ക് വായിക്കാനായിട്ട് അദ്ദേഹം തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ചില വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ചില കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ചില ആൾക്കാർ വായിച്ചാൽ തീർച്ചയായിട്ടും കോൺട്രവേഴ്സിയല്ല. ഉദാഹരണത്തിന് പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പം നമ്മുടെ കാർത്തികേയൻ സാറിന്റെ ഇരിപ്പുണ്ട്. അദ്ദേഹം ദാസേട്ടൻ പറയുന്നത് ഇപ്പം മന്ത്രിമാരാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടറായ MBBS MD ഒക്കെ പാസ്സായ ഒരാളെ ഹെൽത്ത് മിനിസ്റ്റർ ആകാൻ പാടും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആകാൻ പാടും. സിവിൽ എഞ്ചിനീയറിംഗ് വിടപെടി മിനിസ്റ്റർ ആകാൻ പാടും. ഇതൊക്കെ ദാസേട്ടന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ നമ്മുടെ കാർത്തിക സാറൊക്കെ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ അടുത്ത വർഷം എങ്ങനെ മന്ത്രിയാവുന്നു ഏത് വകുപ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിറ്റീഷ്യൻസ് ഒക്കെ ചിലപ്പോൾ ചില പ്രക്ഷോഭങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൂടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ എങ്ങനെ ജീവിക്കണം, മാതാപിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ വളർത്തണം. എനിക്കും അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തുള്ള ഒരു പരിചയത്തിന്റെ ഒരു സംഭവം ഉണ്ടായി. അടുത്ത കാലത്തല്ല, 10-15 വർഷത്തിനും അദ്ദേഹത്തിന് ഗംഗണി സ്റ്റുഡിയോയിൽ ഞങ്ങൾ റെക്കോർഡിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെ വെച്ച് എന്റെ കുടുംബം കൂടെ എന്നോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കർണായകൻ കൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അന്നും നിന്നും മറ്റോടൊപ്പമുള്ള സ്വന്തം സഹചാരിയാണ്. ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ എനിക്കും ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കണം ഫോട്ടോ എടുക്കണമെങ്കിൽ. അപ്പൊ അതെങ്ങനെ സാധിക്കും? അത് എടുക്കണമെങ്കിൽ അദ്ദേഹം നടക്കുന്നതല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പോയി, വൈഫിന്റെ അടുത്ത് പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഞാൻ നിൽക്കുന്നില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും വഴി പിരിഞ്ഞു, ഞാൻ ഇടയിൽ നിൽക്കുന്നു. അപ്പൊ അത് കാരണം പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കേണ്ടി വരും. കുട്ടികളെല്ലാം നിർത്തി ഒരു സൈഡ്, അദ്ദേഹം ഒരു സൈഡ് നിർത്തി, കുട്ടികളെയൊക്കെ ഇടയ്ക്ക് നിർത്തി എങ്ങനെയും ഫോട്ടോ എടുക്കും. അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പല ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇത് വായിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ ഇതുപോലെ ഒന്നും എഴുതില്ല. ഇത് എഴുതി മറ്റുള്ളവരെ കൂടെ അറിയിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ബാലമോഹൻ നമ്പി സാർ പറഞ്ഞ കണക്ക് കുറച്ചെങ്കിലും വായിച്ചാൽ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദൻ നായരെ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ബാലമോഹൻ സർ, സർ, ശ്രീ ജയകുമാർ, ശ്രീ കാർത്തികേയൻ, ശ്രീ അയ്യപ്പൻ, ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാവുന്നതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എല്ലാവരുടെയും മുഖം എന്നോട് പറയുന്നത്. ചില ചിരിയും കാണുന്നു, അത് വ്യക്തമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് വിശേഷിച്ച് പറയേണ്ടതില്ല.
അതെല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ വളരെ സരളമായി എഴുതപ്പെട്ടതാണ്. മോഹൻ തമ്പി സാർ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞ ആളിൻ്റെ അല്ലെങ്കിൽ എഴുതിയ ആളിൻ്റെ മനസ്സിൻ്റെ തെളിമ ആ പുസ്തകത്തിൽ ഉണ്ട്. ഒരു സങ്കീർണതയും ഇല്ല. പറയാനുള്ള കാര്യം അനുഭവങ്ങൾ നിഷ്കപടമായി പറഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു പുസ്തകം മലയാളിക്ക് ആവശ്യമാണ് എന്നും തോന്നുന്നു. ഒരു ഗായകൻ വെറും ഗായകനാണ് എന്ന് കരുതി പോകത്തക്ക രീതിയിൽ നമ്മൾ വളരെ ഒതുങ്ങിപ്പോയി. പണ്ട് ഈ ഗായകന്റെ സ്ഥാനത്തെല്ലാം ഭാഗവതരായിരുന്നു. ഭാഗവതർ എന്ന് പറയുന്ന ആളിന് ഈശ്വര ഭക്തി എന്ന് പറയുന്ന അംശം മാത്രമല്ല കൈമുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏകാന്തമായ ഭക്തി, അല്ലെങ്കിൽ മറ്റുള്ള ലോകബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുള്ള ഭക്തി എന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. സംഗീതത്തിൽ പ്രപഞ്ച സത്യത്തെ, ഈശ്വരനെ ദർശിച്ച യോഗാത്മകമായ മനസ്സുള്ളവരെയാണ് ഭാഗവതർ എന്ന് പറഞ്ഞിരുന്നത്. ആ യോഗാത്മകമായ മനസ്സിൽ പ്രപഞ്ചഭാവങ്ങൾ മുഴുവൻ സമീകരിക്കപ്പെടും. നാദം ഒന്നേ ഉള്ളൂ. ആ ഒരു നാദം തന്നെയാണ് പലസ്വരമായി പിരിഞ്ഞത്, പല ശ്രുതിയായി നമ്മൾ അനുഭവിക്കുന്നത് എന്ന് സംഗീതജ്ഞർ ഉൾപ്പെടുന്ന ഈ വേദിയിൽ ഈ സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഏകനാദം ഈശ്വരനാണ്. അത് രസമാണ്, പരമരസമാണ്. അതിൽ നിന്ന് പിന്നീട് വേർപിരിഞ്ഞ് നമുക്ക് പ്രത്യേകം പ്രത്യേകം അനുഭൂതമാകുന്ന സ്വരങ്ങളായി ഈ പ്രപഞ്ചം മുഴുവൻ വിരിയുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിനുള്ളിലുമുണ്ട്. 72,000 നാഡികളിലൂടെ വരുന്ന ആ ശക്തി സംഗീതധാരയായി നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവഹിക്കുന്നുണ്ട്. അതുതന്നെ പ്രപഞ്ചത്തിലുമുണ്ട് എന്ന് ആത്മീയമായി അറിയുന്ന, പണ്ഡിതന്റെ ഭാഷയിലല്ലാതെ ആത്മീയമായി അറിയുന്ന ആളുകളായിരുന്നു പഴയ ഭാഗവതന്മാർ എന്നാണ് ഞാൻ കാണുന്നത്. ആ ഭാഗവതന്മാർക്കും പിറകിൽ പ്രപഞ്ചനാദത്തെയും ആത്മനാദത്തെയും പിന്നെ അതിൻ്റെ വ്യത്യസ്തമായ താളഗതികളെയും എല്ലാം സമഗ്രമായി അനുഭവിച്ച മനസ്സുകളുണ്ടായിരുന്നെങ്കിൽ ആ മനസ്സുകളാണ് നിശ്ചയമായും ലോകത്തെ സ്നേഹിക്കാൻ യോഗ്യമായ മനസ്സുകൾ. അവരെയാണ് ഋഷി എന്ന് പറയുക. ആ ഋഷിയുടെ ഭാവം പുതിയ പുതിയ ഗായകന്മാർക്കില്ലായിരിക്കാം. പക്ഷേ പണ്ടുള്ളവർക്ക് എന്തായാലും അത് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യകാലത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞർ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളായിരുന്നിരിക്കും എന്ന് തന്നെ ഞാൻ ഊഹിക്കുന്നു. പ്രപഞ്ചസ്നേഹികൾ, ഈശ്വര സ്നേഹികൾ, മനുഷ്യസ്നേഹികൾ, ജന്തുസ്നേഹികൾ ആയിരിക്കും. അവർ ജലത്തിലും ദേവതയെ കണ്ടു, പുല്ലിലും ദേവതയെ കണ്ടു, കീടത്തിലും ദേവതയെ കണ്ടു. അങ്ങനെ കാണുന്നവന് വിശ്വസംഗീതത്തെ അനുഭവിക്കാൻ സാധിക്കും. ആ സംഗീതത്തെ ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികൾ ഇക്കാലത്ത് നമുക്ക് അതിൽ നിന്നുള്ള ദർശനങ്ങൾ കുറേയൊക്കെ അവതരിപ്പിച്ചു തന്നിരിക്കും. സംഗീതജ്ഞാനമോ ഭക്തിവിന എന്നോ അല്ലെങ്കിൽ നിധിജാല സുഖമ എന്നോ ഒക്കെ പാടിയ നമ്മുടെ പഴയ ഭാഗവതന്മാർക്ക് തീർച്ചയായും പ്രപഞ്ചത്തിലെ സങ്കുചിതത്വങ്ങളെ, നമ്മുടെ മർത്യ ജീവിതത്തിലെ സങ്കുചിതത്വങ്ങളെ അതിജീവിക്കാൻ അവരുടെ സംഗീതോപാസന കൊണ്ട് തന്നെ കഴിഞ്ഞു. ആ സംഗീതോപാസന ലോകത്ത് എല്ലാവർക്കും സമമായി രസം കൊടുക്കുന്നതായിരുന്നു എന്നതാണ് സത്യം. യേശുദാസ് എന്ന നമ്മുടെ ബിംബം അങ്ങനെ കേരളീയനെ എല്ലാവരെയും ഓരോ നിമിഷവും ആനന്ദിപ്പിച്ച ഒരു ജന്മം ആണ്. ഒരു കുഞ്ഞിനെങ്കിൽ കുഞ്ഞിന്, പടുവൃദ്ധനെങ്കിൽ വൃദ്ധന്, ഭ്രാന്തനെങ്കിൽ ഭ്രാന്തന്, അതിബുദ്ധിജീവിക്കെങ്കിൽ ബുദ്ധിജീവിക്കും. ഇങ്ങനെ എല്ലാവർക്കും ഏത് നിമിഷവും ആനന്ദം കൊടുക്കുന്നവനെ എന്ത് പേരിട്ട് വിളിക്കാൻ അറിയില്ല. എല്ലാവർക്കും ആനന്ദം കൊടുത്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പാട്ടുകൾ, എത്രയോ പാട്ടുകൾ പാടി ഞാൻ തുള്ളിയിട്ടുണ്ട്. 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ യേശുദാസ് എന്ന നാമം കേട്ടു തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് എത്രയോ മുമ്പ് ഒരുപാട് കച്ചേരികൾ കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഥകളി സംഗീതവും ഓട്ടംതുള്ളലും യക്ഷഗീതപ്പാട്ടും പിന്നെ വില്ലടിച്ചാൻ പാട്ടും ശാസ്ത്രീയ സംഗീതവും നാദസ്വര കച്ചേരിയും ഒക്കെ നിരന്തരം അനുഭവിച്ചു പോരുമ്പോൾ
പലപ്പോഴും ഒന്നിന്റെ അർത്ഥം പിടികിട്ടിയിരുന്നില്ല. വാദാ പി ഗണപതി ഭജേ ഹം എന്ന് നിരന്തരം കേട്ടു വന്നിട്ടുള്ള ആളാണ് ഞാൻ. നിജവ മതകവി ഹൃദയേഷു ദണ്ഡം എന്നിങ്ങനെ സംഗീതജ്ഞർ പാടുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് എനിക്ക് പിടിയില്ലായിരുന്നു. പക്ഷേ ചത്ത വാക്കിന് ജീവൻ വയ്ക്കുന്നത്, നേരിട്ട് അനുഭവിക്കുന്നത് യേശുദാസർ വാക്കിൽ തൊടുമ്പോഴാണ്. നാദം കൊണ്ട് വാക്കിന് എത്ര ജീവനുണ്ടാകും, വാക്ക് എങ്ങനെ ദേവതയാകും, വാക്ക് എങ്ങനെ വികാരമാകും എന്ന് മലയാളിയെ പഠിപ്പിച്ച ഗുരുനാഥൻ യേശുദാസാണ്. സംശയമില്ല. ഞാൻ അങ്ങനെയാണ് അനുഭവിക്കുന്നത്. ഒരു വാക്ക് തൊട്ടാൽ ഞാൻ ചിലപ്പോൾ വിറയ്ക്കുന്നു. ഒരു വാക്ക് പതുക്കെ എൻ്റെ ഉള്ളുകൊണ്ട് തൊടുമ്പോൾ, ദാസേട്ടങ്ങൾ പാടി കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു. ചിലപ്പോൾ എനിക്ക് ഉദ്വേഗം ഉണ്ടാകുന്നു. സർവഭാവങ്ങളിലേക്കും കടന്നു പോകുന്ന നാദസംഭരണങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനുണ്ടാവുന്നു എന്ന് ദാസേട്ടൻ്റെ ഉച്ചാരണം കൊണ്ട്, ആ ഭാവാവിഷ്കാരം കൊണ്ട് ഗ്രഹിക്കാവുന്നതാണ്. പദങ്ങളുടെ മാത്രകൾ വരെ കൃത്യമായി, വർണ്ണങ്ങളുടെ മാത്രകൾ വരെ കൃത്യമായി ഉള്ളുകൊണ്ടറിഞ്ഞ ഒരു ഗായകൻ നമുക്ക് മലയാളിക്ക് ഒരു സംഗീത സംസ്കാരം ഉണ്ടാക്കി തന്നു.